ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഫ്രൈ വീട്ടിലെങ്ങനെ രുചികരമായി തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പോ ഇഷ്ടമുള്ള ദാൽ ഇതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്, ഒരെണ്ണം വലുത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കായത്തിൻ്റെ കട്ട ഒരു ചെറിയ കഷ്ണം ഇതേപോലെ 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കായപ്പൊടിയല്ല, കായത്തിൻ്റെ കട്ടയാണ് എടുക്കേണ്ടത്. പിന്നെ മുളക് പൊടി, ഹോട്ട് ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ. പിന്നെ നല്ല ജീരകം ഒരു ചെറിയ സ്പൂൺ. പാകത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ. ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിലാക്കി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 വിസിൽ വരുമ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കായത്തിൻ്റെ ചെറിയ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് ജീരകം ചേർത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇത് ഒരു മീഡിയം ഹീറ്റിലിട്ടാൽ മതിയാകും. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പോകരുത്. ഇപ്പം നമ്മുടെ കായവും ജീരകവും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞ് ബ്രൗൺ കളറൊന്നും ആയി വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നമ്മളിതിലോട്ട് വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളുത്തുള്ളി 8 അല്ലി ചേർത്തിട്ടുണ്ട്. പരിപ്പായതുകൊണ്ട് വെളുത്തുള്ളിയുടെ അളവ് കുറച്ച് കൂടിയാലും നല്ലതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പച്ചക്കുത്തൊന്ന് മാറി വരുന്നവരെ വഴറ്റാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ചേർക്കാം 1 ടീസ്പൂൺ. ഈ സമയത്ത് ലോ ഹീറ്റിൽ വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് ഇതിനെ മിക്സ് ചെയ്തു. പൊടികൾ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയ്ക്കണം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇതേപോലെ നല്ലതായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലോ ഹീറ്റിൽ വെച്ചിട്ടൊരു 2 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില, കുറച്ച് ഫ്രഷ് മല്ലിയില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദാൽ ഫ്രൈ റെഡിയായി കഴിഞ്ഞു.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിൻ്റെ ഒപ്പം എല്ലാം സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.